ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മുട്ടയും തേങ്ങയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു സ്നാക്കിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റും ആണുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു കോഴിമുട്ട നന്നായിട്ടൊന്ന് പതിഞ്ഞ് വരുന്ന വരെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. നല്ല ഇങ്ങനെ പതിഞ്ഞ് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഒരു 30 സെക്കൻഡ് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു കോഴിമുട്ട ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ബൗള് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഈ ഒരു സമയം തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് ഫ്രൈ ചെയ്യാനുള്ള ഓയിലൊന്ന് ചൂടാക്കാൻ വെക്കാം. നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സാക്കി വരുമ്പോഴേക്കും ഓയിൽ നന്നായിട്ട് ചൂടായിക്കോളും. ഇനി നമ്മൾ മുട്ട അടിച്ചെടുത്തിട്ടുള്ള അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെറിയൊരു സവാളയായിട്ട് എടുത്തിട്ടുള്ളത് ഏകദേശം 2.5 ടേബിൾ സ്പൂൺ സവാളയാണ് ഇത് ഉണ്ടാവുക. സവാള ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സവാളക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഒരുപാട് പേസ്റ്റ് പോലെ ആവേണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി. പിന്നെ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ഈ തേങ്ങയുടെ കൂട്ട് നമുക്ക് ഈ ഒരു മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു അത്യാവശ്യം എരിവുള്ള സ്നാക്കാണ് കേട്ടോ. അപ്പോൾ പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് തേങ്ങയുടെ കൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റവ വേണം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ളത് വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത റവ ആയാലും കുഴപ്പമൊന്നുമില്ല, ഏത് റവ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ 1 കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് കറക്റ്റാക്കി എടുത്താൽ മതി, എന്നാലും ഒരു സ്നാക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി അല്ല കേട്ടോ നമുക്ക് വേണ്ടത്. സ്നാക്കിന് കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ടാണ് വേണ്ടത്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നോർമൽ വാട്ടറായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുറേശ്ശായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി അല്ല കേട്ടോ വേണ്ടത്, ഒന്നും കൂടെ ലൂസായിട്ട് വേണം. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഈ ഒരു മാവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കട്ടിയല്ല, ഒരുപാട് ലൂസും അല്ല കേട്ടോ. നമുക്കിങ്ങനെ കോരി ഒഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ നമുക്ക് ഈ ഒരു മാവ് വേണ്ടത്. അപ്പോൾ ഞാനിത് മാവ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3/4 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് മാവിന് വേണ്ടത്. ഇനി ഈ ഒരു മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കൊന്നും വേണ്ട കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിലും അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്നാക്ക് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം മാത്രം നമുക്കിതിലേക്ക് മാവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു സ്പൂണിലാട്ടോ മാവ് ഇട്ട് കൊടുക്കുന്നത്, കൈ കൊണ്ട് ഇട്ട് കൊടുത്താലും മതി. മാവ് ഇട്ട് കൊടുത്ത ശേഷം പിന്നെ നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. പിന്നെ മാവ് നമ്മളിത് ഇട്ട് കൊടുത്ത ശേഷം നമ്മളിത് ഇളക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ നമ്മളിത് ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഈ ഒരു മാവ് ഒരു ഭാഗം നന്നായിട്ടൊന്ന് കുക്കായിട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറി വന്ന ശേഷം മാത്രം നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഈ ഒരു സ്നാക്ക് നമുക്ക് വേഗത്തിൽ കുക്കായി കിട്ടും കേട്ടോ. ഒരു 1-2 മിനിറ്റ് ഒരു സൈഡൊന്ന് കുക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഇതുപോലെ കളറൊന്ന് ചേഞ്ച് ആയി വരും. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആ ഒരു ഭാഗം കൂടെ ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് കോരി മാറ്റാം. അപ്പോൾ അത് 2 ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് കോരി മാറ്റാം. ഈ ഒരു സ്നാക്കിൽ എണ്ണ പിടിക്കൊന്നുമില്ല കേട്ടോ. ഈ ഒരു സ്നാക്കിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയാണ് കേട്ടോ. അത് ഞാൻ ഈ ഒരു പ്ലേറ്റിലേക്ക് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ക്രിസ്പിയാണെന്നുള്ളത്. ഈ ഒരു സ്നാക്കിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആണെങ്കിലും ഉൾഭാഗം നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അത്യാവശ്യം എരിവും ഒക്കെ ഉണ്ടായിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. വളരെ കുറച്ച് ചേരുവകളിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമുള്ളൂ. നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് മുട്ടയും തേങ്ങയും റവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ചാനൽ ഫസ്റ്റ് ടൈമായിട്ട് കാണുന്ന
കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്